അവസാനമായിട്ട് ഒരു ലെയറും കൂടി ചീസ് ഇട്ടാൽ വേറെ ലെവൽ ടേസ്റ്റ് ആയിരിക്കും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വണ്ടർ ഓഫ്. ഞാൻ അബു. അപ്പോൾ നമ്മളിന്ന് പിസയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കുക്കിംഗ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോ നിങ്ങൾക്ക് ഉടനടിയായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കുക്കിംഗ് വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ പിസയ്ക്ക് ആവശ്യമുള്ള സോസ് റെഡിയാക്കുകയാണ്. സോസ് വന്നിട്ട് നമ്മൾ തക്കാളിയും ക്യാരറ്റും ഇട്ടിട്ടാണ് സോസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ സോസ് ഉണ്ടാക്കുന്നതോടൊപ്പം നമ്മൾ കുറച്ച് ക്യാബേജും കൂടി കട്ട് ചെയ്തിട്ട് വേവിക്കണം. അത് കാരണം ക്യാബേജ് വന്നിട്ട് പിസയിലിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്യാബേജ് കട്ട് ചെയ്യാം. ഇതിൽ പകുതി ക്യാബേജ് മതിയാകും എന്നാണ് കരുതുന്നത്. നമുക്ക് ഈ ഹാർഡായിട്ടുള്ള പോർഷൻ നമുക്ക് ഒഴിവാക്കാം. അടുത്ത് നമുക്ക് ഈ ക്യാരറ്റിനൊന്ന് തൊലിയൊക്കെ ഒന്ന് മേലെ ചുരണ്ടി എടുത്തിട്ട് ഇതിനെ വേവിക്കാനുള്ള റെഡിയാക്കാം. അപ്പോൾ സോസിനാവശ്യമായ തക്കാളി, ക്യാരറ്റ് നമ്മൾ വെള്ളത്തിലിട്ട് വേവിക്കാൻ പോകണം. അതോടൊപ്പം നമ്മൾ കുറച്ച് അരിഞ്ഞ് വെച്ച ക്യാബേജും എടുത്ത് വേവിക്കാണ്. ഇത് അവസാനം നമ്മൾ ഉപയോഗിക്കാനുള്ളതാണ് ഈ ക്യാബേജ്. ഇത്ര മതിയാവും. ഇതും കൂടി ഒന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്കൊന്ന് പച്ച സ്മെല്ല് നന്നായിട്ട് ഉണ്ടാവില്ല ക്യാബേജിൻ്റെ. അപ്പോൾ കഴിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ബെറ്ററായി ഫീൽ ആവും. അപ്പോൾ സോസിന് ആവശ്യമുള്ള തക്കാളിയും ക്യാരറ്റും നമുക്ക് അടുപ്പ് വെച്ച് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ ക്യാബേജും ഇതൊന്ന് നന്നായി തിളച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സോസ് ഒന്ന് മിക്സിയിലിട്ട് അടിച്ച് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ പിസയ്ക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് നമ്മൾ കട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ഉള്ളിയിൽ നിന്ന് തുടങ്ങാം. ഒക്കെ നമ്മൾ ചെറുതായി കട്ട് ചെയ്യുക ഉള്ളി. എന്നിട്ട് നമ്മൾ ഉള്ളിനെ നന്നായി സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മുടെ ഉള്ളി റെഡി. അടുത്ത് ക്യാപ്സിക്കം നമുക്ക് കട്ട് ചെയ്യാം. ക്യാപ്സിക്കം നമ്മുടെ കയ്യിൽ അത് 3 കളറുണ്ട്. പച്ച, ചുവന്നത്, ഏകദേശം ഒരു ഓറഞ്ച് ചുവന്നല്ല, ഇതൊരു യെല്ലോ. അപ്പോൾ നമ്മുടെ ഈ പച്ച കളർ വന്നിട്ട് വില കുറവാണ്. ഇതിന് റേറ്റ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഈ കളറിൽ തന്നെ വാങ്ങണം എന്ന് നിർബന്ധമൊന്നുമില്ല. പച്ച വാങ്ങിച്ചാലും മതി. അപ്പോൾ ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് അത് ഫിക്സ് ചെയ്തോളൂ. നമ്മൾ ഇതിൽ ഈ കാമ്പെടുത്ത് കളയുക. ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്ത് കളയുക. ഒരുപാട് വലുതായി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വേഗമുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പോൾ ഇതിന് നേരെ 2ആയിട്ട് മുറിക്കാൻ പോകണം നമ്മൾ. അപ്പോൾ ഈ സൈസ് മതി ക്യാപ്സിക്കം. അടുത്ത് നമ്മൾ ചുവന്നത് മുറിക്കുകയാണ്. കണ്ടില്ലേ, ഒന്നിനും വലിയ വ്യത്യാസമൊന്നുമില്ലേ. പുറത്തെ ഈ തൊലിക്കുള്ള കളറും വ്യത്യാസം മാത്രമേ ഉള്ളൂ. രണ്ടോ മൂന്നോ ആയിട്ട് സൈസിൽ മുറിക്കുക. അടുത്ത് മഞ്ഞ കളറ്. അപ്പോൾ അതിൻ്റെയും കാമ്പ് നമ്മൾ ഇങ്ങനെ മുറിച്ച് കളഞ്ഞിട്ട് ഇതിനെ നമ്മൾ ചെറുതായി മുറിച്ചെടുക്കുക. 2 or 3 പീസ് ആക്കുക. വേണമെങ്കിൽ 4 ആക്കാം, ഒരുപാട് വലുപ്പം ഉണ്ടെങ്കിൽ. നമ്മുടെ ക്യാപ്സിക്കം റെഡി ആയിട്ടുണ്ട്. സോസിനാവശ്യമായിട്ട് നമ്മൾ കുറച്ച് ഗാർലിക്ക് ചോപ്പ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ സോസ് ഒന്ന് താളിക്കുന്ന സമയത്ത് ഈ ഗാർലിക്ക് ഇട്ടിട്ട് താളിക്കാനാണ്. അപ്പം മാവ് പുളിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഇളം ചൂടുവെള്ളം വെക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇളം ചൂടുവെള്ളം ആയിട്ടുണ്ട്. ഈ ചൂടുവെള്ളത്തിൽ നമ്മൾ ഈസ്റ്റ് ഇടാൻ പോവാണ്. ഈസ്റ്റും പഞ്ചസാര ഇട്ടിട്ട് നമ്മൾ പുളിപ്പിക്കാനുള്ളത് റെഡിയാക്കാം. നമുക്ക് ആദ്യം
ഈസ്റ്റ് ഡപ്പ കുറച്ച് ടൈറ്റാണ്. എനിവേ ഈസ്റ്റ് മൊത്തം കൊട്ടിയിട്ട് അടുത്തായിട്ട് അതിൽ പഞ്ചസാരയും കൂടി ഒന്ന് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു കഞ്ഞി വെള്ളത്തിൻ്റെ കളറിൽ അത് മാറും. അപ്പോൾ ഒന്ന് പുളിപ്പിച്ചെടുക്കണം, അത്രയേ ഉള്ളൂ. പഞ്ചസാരയും ഈസ്റ്റും കൂടി ഇടുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് പെട്ടെന്ന് പുളിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാരയും കൂടി ഇടുന്നത്. അപ്പോൾ നമ്മളൊരു 2.5 കിലോ മൈദ മാവ് എടുത്തിട്ടുണ്ട് ഉണ്ടാക്കാനായിട്ട് പിസയ്ക്ക്. ഇപ്പോൾ 2.5 കിലോ മൈദ മാവും നമ്മൾ കൊട്ടിയിട്ട് ഉണ്ടാക്കാൻ പോവാണ് പിസ. പുളിപ്പിച്ച് വെച്ച ഈസ്റ്റ് ഒഴിക്കണം. അതിനുവേണ്ടി നമ്മളൊന്ന് കുഴിയെടുത്ത് വെക്കാം. ഇതിനകത്ത് പുളിപ്പിച്ച ഈസ്റ്റ് ഒഴിച്ച് നന്നായി നമ്മൾ ഒന്ന് ഇളക്കി കുഴച്ചെടുക്കാൻ പോകും. കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് ചൂടാകാൻ പാടില്ല, ഇളം ചൂടാണെങ്കിൽ മാത്രമേ നമുക്ക് കുഴച്ചെടുക്കാൻ കറക്റ്റായിരിക്കുള്ളൂ. മാവൊന്ന് സോഫ്റ്റ് ആകാൻ നമ്മൊന്ന് ഓയിൽ ഒഴിച്ചെടുക്കുക. ആക്ച്വലി ഓയിലിനേക്കാളും ഒലീവ് ഓയിലാണ് നല്ലത്. ഒലീവ് ഓയിലുള്ളവർ ഒലീവ് ഓയിൽ ട്രൈ ചെയ്യുക, ഇല്ലാത്തവർ സാധാരണ സൺഫ്ലവർ ഓയിലോ അങ്ങനെ ഉപയോഗിച്ച് നന്നായി ഒന്ന് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ മാവൊന്ന് നല്ല സോഫ്റ്റായി കിട്ടും. അപ്പോൾ പിസയ്ക്കുള്ള മാവ് നമ്മൾ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ട് ഒരു 1/2 തൊട്ട് 1 മണിക്കൂർ വരെ ഈ ഈർപ്പത്തോടെ മീൻസ് എണ്ണയുടെ ഈർപ്പത്തോടുകൂടി അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ മാവ് ഒന്ന് നന്നായിട്ട് സോഫ്റ്റ് ആവും. അത് കഴിഞ്ഞ ശേഷം നമുക്കിത് ബേക്ക് ചെയ്യാൻ എടുക്കാം. അപ്പോൾ ഇൻ ബിറ്റ്വീൻ നമുക്ക് പിസയ്ക്ക് വേണ്ട സോസ് റെഡിയാക്കി വയ്ക്കാം. സോസ് റെഡിയാക്കാൻ സെറ്റപ്പ് ചെയ്യാം. ഗാർലിക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഗാർലിക്കിൻ്റെ കൂടെ നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് ടൊമാറ്റോ ആൻഡ് ക്യാരറ്റ് നന്നായി ഒന്ന് ഇളക്കി എടുത്ത ശേഷം ഇത് നമുക്ക് സോസായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് കുഴച്ച് വെച്ച പിസയുടെ ബേസ് എടുത്ത് പരത്താൻ പോവാം. ആദ്യം അതിന് മുന്നേ നമ്മൾ പരത്താൻ ഉദ്ദേശിക്കുന്നതിൽ കുറച്ച് നന്നായി ഒന്ന് എണ്ണ ഒഴിച്ചിട്ട് പാത്രം സീസൺ ചെയ്യണം. ഇല്ലയെന്ന് വെച്ചാൽ ഇത് അടുപ്പിടിക്കാൻ പോകും. നമ്മൾ ഈ പാത്രത്തിലാണ് പിസ്സ സെറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ബേസ് നന്നായി പരത്തി കൊടുക്കുക. ബേസ് നമുക്ക് നന്നായിട്ട് എല്ലാവിടെയും ഇങ്ങനെ കറക്റ്റായിട്ട് പരത്തി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബേസ് ലെയർ റെഡി ആയിട്ടുണ്ട്. ഇതിലൊക്കെ ജസ്റ്റ് ഒന്ന് ചെറിയ ചെറിയ കത്തി കൊണ്ട് ഹോൾട്ട് കൊടുക്കുക. എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വന്നിട്ട് മാവ് വന്ന് വെന്ത് പൊള്ളി വരുന്ന സമയത്ത് എയർ ബൾബുകൾ കുടുങ്ങാണ്ടിരിക്കാനാണ് നമ്മളിപ്പോൾ ഇതിങ്ങനെ ഹോൾട്ട് കൊടുക്കണം. ചെറിയൊരു ലെയർ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നമുക്ക് മാവിൻ്റെ കൂടെ തന്നെ വേണമെങ്കിലും കുഴയ്ക്കുമ്പോഴിടാം, അല്ലെങ്കിൽ ഇതുപോലെ അവസാനം ഒരു ലെയറായിട്ട് ഇങ്ങനെ വേണമെങ്കിലും പിടിപ്പിക്കാം. സോ അവസാന ലെയറിൽ ചെറിയതായിട്ട് ഉപ്പ് പിടിപ്പിച്ചിട്ടുണ്ട്. കാരണം എന്തായാലും നമ്മൾ മാവിൽ മധുരമൊക്കെ ആഡ് ചെയ്തുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർക്കാം. ഓൾറെഡി ബേസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തക്കാളിയും ക്യാരറ്റും കൂടി അരച്ചെടുത്ത സോസ് നമുക്ക് ബേസിലൊഴിച്ച് ഒരു ലെയർ റെഡിയാക്കാം. ഒരു ലെയർ നമ്മൾ
ഈ സോസ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു ലെയർ സോസ് ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഇതിൽ ഒരു ലെയർ ചീസ് നമുക്ക് ചോപ്പ് ചെയ്ത് ഇതിലിട്ട് വെക്കാം. നല്ലോണം ഈ സൈഡിലൊക്കെ ചീസാക്കിയാൽ വേഗം നല്ല രസമുണ്ടാവും. അപ്പോൾ നമ്മുടെ ബേസിൽ ചീസൊക്കെ ഒരു ലെയർ ഇട്ട് വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ അറുത്ത് വെച്ച വെജിറ്റബിൾസ് ഇട്ട് അടുത്ത ലെയർ റെഡിയാക്കാം. അപ്പോൾ ഒരു ചെറിയ ലെയർ ഒണിയൻ ഇടാം. അപ്പോൾ ഇങ്ങനെ ഒണിയൻ വന്നിട്ട് നന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാലേ നന്നായി ഉണ്ടാവുള്ളൂ. ചെറിയൊരു ലെയർ ക്യാബേജ് ഇടാം. ക്യാബേജ് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുകയാണ്, ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ മൂന്നാമത്തെ ലെയറാണ് നമ്മൾ അരിഞ്ഞ് വെച്ച ക്യാപ്സിക്കം. അടുത്ത് ക്യാപ്സിക്കം ഒരു ലെയർ, കാണാൻ നല്ല കളർഫുള്ളായി ഉണ്ട് അല്ലേ. സോ പ്രത്യേകമായിട്ട് പറയാണ്, ഒരുപാട് എക്സ്പെൻസ് ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ ആരും ഈ റെഡ് കളറും യെല്ലോ കളറും ക്യാപ്സിക്കം വാങ്ങാൻ നിൽക്കണ്ട, ഗ്രീൻ വാങ്ങിച്ചിട്ടാൽ മതി. കാരണം അത് കോസ്റ്റ്ലിയാണ്. അപ്പോൾ നമ്മുടെ പിസയ്ക്ക് ആവശ്യമായിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ ലെയറും റെഡി ആയിട്ടുണ്ട്. അവസാനമായിട്ട് ഒരു ലെയറും കൂടി ചീസ് ഇട്ടാൽ വേറെ ലെവൽ ടേസ്റ്റ് ആയിരിക്കും. ഡബിൾ ലെയർ ചീസ് ഇട്ടിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ഇതിനെയാണ് ഡബിൾ ലെയർ ചീസ് പിസ്സ എന്ന് പറയുന്നത്. അപ്പോൾ പിസ്സൻ്റെ ബേസും എല്ലാ ലെയറും നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോപ്പിങ്സ് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് 2 ലെയർ ചീസൊക്കെ ഇട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അടുപ്പിൽ വെച്ച് ഒരു അരമണിക്കൂർ വേണ്ട, ചിലപ്പോൾ ഒരു 20 മിനിറ്റിൽ നമുക്കിത് റെഡി ആയാലും റെഡിയാവും. അപ്പോൾ നമുക്കിത് മൂടി വെച്ചിട്ട് ഇതിന് മേലെ ചെറുതായിട്ട് കുറച്ച് കനൽ വെക്കാം. എന്നാലേ മേലെയുള്ളതൊക്കെ ഒന്ന് വെന്ത് കിട്ടുള്ളൂ. ആക്ച്വലി കനലായിട്ടില്ല, നമ്മൾ കുറച്ച് ഫയറോട് കൂടിയ വെക്കണം. അപ്പോൾ നമ്മുടെ പിസ്സൻ്റെ മേലത്തെ ലെയർ ഓൾമോസ്റ്റ് വെന്ത് കാണും. ചെക്ക് ചെയ്ത് നോക്കാം. ഓ, മേലത്തെ ലെയർ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചീസൊക്കെ നന്നായി മെൽട്ടായി അടിപൊളി സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ താഴെ മാത്രം ഒന്ന് വെന്ത് റെഡി ആയാൽ മതി. അപ്പോൾ നമുക്കിത് കൊണ്ടുപോയി സെർവ് ചെയ്യാം. വാ. അപ്പോൾ നമ്മുടെ പിസ്സ റെഡി. കിയൻ്റെ പിസ്സ സീസണിങ്ങാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ലെയർ പിസ്സ സീസണിങ് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കണം. സീസണിങ് കൂടി ആകുമ്പോൾ വേറെ ലെവൽ ടേസ്റ്റ് ആയിരിക്കും. ഇത് ഗാർലിക്കിൻ്റെ ഫ്ലേവറൊക്കെ ഉള്ളതാണ്. നമുക്കിത് സ്ലൈസ് ചെയ്യാം.
ഇപ്പം ഞാൻ നമ്മുടെ അനിയും ചക്കൻ ഒരുത്തനുണ്ട്, അവനായിട്ട് കഴിക്കാൻ പോകണം. പറ കഴിച്ചോ. അപ്പോൾ ഞങ്ങൾ ടേസ്റ്റ് ചെയ്യാൻ പോണ്. അടിപൊളിയുണ്ട്. ഈ സാധനം മൊത്തത്തിൽ സൂപ്പറായിട്ടുണ്ട്. ഈസിയാണ്, എല്ലാവർക്കും വീട്ടിൽ ഈസിയായിട്ട് ട്രൈ ചെയ്യാൻ പറ്റും. എല്ലാവരുടെ വീട്ടിൽ ഓവൻ ഇട്ടുകഴിഞ്ഞാൽ കുറച്ചുകൂടെ ഈസി ആയിരിക്കും ഇത് ഉണ്ടാക്കാൻ. സോ ഓവൻ ഇല്ലാത്തൊരു പുറത്തിങ്ങനെയൊക്കെ ഉണ്ടാക്കാം. പക്ഷേ കുറച്ചുകൂടെ ഒരു തിൻ ലെയറാണെങ്കിൽ ഒന്നുകൂടെ നല്ലോണം ക്രിസ്പിയായി കിട്ടും നമുക്കിത് കഴിക്കാൻ. സോ നമ്മുടെ ഈ പിസ്സ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ദെൻ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ പുതിയത് നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയും ബൈ ബൈ.